നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. ഗണപതി ഭഗവാൻ നമുക്കറിയാം, നമ്മുടെ കുടുംബത്തൊരു പിറന്നാള് സദ്യ നടന്നാലും നമ്മൾ ഗണപതിക്ക് വെക്കും. നമ്മൾ എന്ത് പുതിയ കാര്യങ്ങൾ നടത്തുവാണെങ്കിലും നമ്മുടെ കുടുംബത്തോ അമ്പലങ്ങളിലൊക്കെ നമ്മൾ ഗണപതി ഹോമത്തിന് കൊടുക്കും. അല്ലെങ്കിൽ ദേവന്മാരിൽ തന്നെ കേമനായിട്ട് നമ്മൾ ആദ്യം തൊഴുന്ന ആരാച്ച ഗണപതിയാ അല്ലെ. ശരിക്ക് ഈ ഗണപതി ഭഗവാന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, നമ്മൾ ശരിക്കും ഹിന്ദു സമൂഹത്തിൽ നമ്മൾ ആചരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തില് അല്ലെ ഇന്ത്യയില് എന്നൊക്കെ പറയാവുന്ന പോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ, ഇപ്പൊ നേപ്പാളിലായാലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഗണപതി പ്രധാന ദൈവമായി ആചരിക്കപ്പെടുന്നുണ്ട്. ചില രാജ്യങ്ങളിലെ നോട്ടുകളിൽ വരെ ഗണപതിയുടെ എന്താ പറയുക, ചിത്രത്തോട് ആലേഖനം ചെയ്ത നോട്ടുകൾ വരെ ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബുദ്ധിയുടെയും സ്വസ്ഥതയുടെയും വിഘ്നകാരകനുമായി നിൽക്കുന്ന ഭഗവാൻ, അതാണ് ഗണപതി. ഗണപതിക്ക് ഒന്നും പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഗണേശനെ തൊഴുതാൽ ശനിദോഷങ്ങൾ പാടും. ഗണേശനെ തൊഴുതു കഴിഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും മാറും. ഗണേശനെ തൊഴുതു കഴിഞ്ഞാൽ എല്ലാ അഭിവൃദ്ധി ഉണ്ടാവും. എന്തും ഗണേശ ശക്തി കൊണ്ട് നമുക്ക് നടത്തും. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാനെ സംബന്ധിച്ച് നിരവധി നാമങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടായിട്ട്. ശരിക്കും ഈ വിദ്യാഭ്യാസം, പഠിത്തം കുറവുള്ള കുട്ടികൾ, പഠിക്കാൻ മടിയനായ കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഗണപതി ഭഗവാനെ ഭജിക്കുകയും ഗണപതി ക്ഷേത്രങ്ങളിൽ തൊഴുകയൊക്കെ ചെയ്താൽ കെമ്മത്തായ ഫല, ഭയങ്കര ഫല. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതുപോലെയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ശിവശക്തി സംയോഗത്തിലെ ആദ്യത്തെ പ്രണവം എന്ന് പറയുന്നതാണ് ഗണപതി, രണ്ടാമത്തെ സ്കന്ധനുമാണ്. ആ രണ്ടുപേരും അറിയാലോ, നമ്മുടെ ഒരു കേമത്തമായ ഭാവത്തെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഗണപതി ഭജനം ഏതൊരു വ്യക്തിക്കും, നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ജീവിക്കുന്ന, അല്ലെ നമ്മുടെ സനാതന ധർമ്മത്തിൽ ജീവിക്കുന്ന, അല്ലെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കും ഗണപതി ഭഗവാന്റെ ഭജന ഇല്ലാതെ ഒരാടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ വേറൊരു വസ്തുത. ഞാൻ ഇന്ന് അദ്ദേഹത്തെ ജപിക്കാനുള്ള ഒരു നാമത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ എല്ലാവരും ഈ ഗണപതിക്ക് പ്രധാനമായ ക്ഷേത്രങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ടും ഉപദേവന്മാരായിട്ടാണ് ഇരിക്കുന്നതുകൊണ്ടും നമ്മൾ സാധാരണഗതിക്ക് ദേവനെ തൊഴുതു പോരുന്നു, അങ്ങനെ ഒരു കാര്യമാണല്ലോ. അപ്പൊ ഗണപതിക്ക് ശരിക്കും ഇഷ്ട വഴിപാടുകൾ എന്തെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയുണ്ടല്ലോ. ആ ഇഷ്ട വഴിപാട്, ഗണപതിയുടെ ഒരു ഇഷ്ട വഴിപാട് എന്ന് പറഞ്ഞാൽ മുക്കുറ്റി പുഷ്പാഞ്ജലിയും കനകമാലയുമാണ്. മുക്കുറ്റി എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന മുക്കുറ്റി, 12 ഒരു മുക്കുറ്റിയൊക്കെ കഴുകി തുടച്ച് തിരുമേടയെ കൊടുത്ത്, അതുകൊണ്ട് ഗണേശ ഭഗവാന് പുഷ്പാഞ്ജലി കഴിക്കാൻ കൊടുത്താൽ, അർച്ചന കഴിക്കാൻ കൊടുത്താൽ, അല്ലെ ഒരു കറുകയുടെ മാല കെട്ടി ഗണപതിക്ക് ചാർത്താൻ സാധിച്ചാൽ, അതൊക്കെ സ്വന്തം കൈകൊണ്ടൊക്കെ കറുകമാല കെട്ടുവാണെങ്കിൽ അതൊരു കേമത്തം തന്നെയാണ്, ഭാഗ്യമാണ്. അത് കണ്ടു തൊഴുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പം നമ്മുടെ സർവ്വ തടസ്സങ്ങളുടെയും എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും തടസ്സങ്ങൾ, ഒന്നും സമയത്ത് കൃത്യമായി ആലോചിക്കുന്ന സമയത്ത് നടക്കാതെ വരിക. ആ നടക്കാതെ വരുന്ന സമയത്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരെന്ന് ചോദിച്ചാൽ ഗണേശനെയാണ്. അദ്ദേഹം ബുദ്ധിയുടെ കാരകനായ കാരണം മുക്കുറ്റി പുഷ്പാഞ്ജലി കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ നൽകുന്നതാണ്. അദ്ദേഹം സിദ്ധിയുടെ കാരകനായതുകൊണ്ട് മുക്കുറ്റി പുഷ്പാഞ്ജലി ശ്രേയസ് ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹം വിഘ്നകാരകനായതുകൊണ്ട് മുക്കുറ്റി പുഷ്പാഞ്ജലി തടസ്സങ്ങളെ മാറ്റുന്നതാണ്. അദ്ദേഹം വശ്യകാരകനായതുകൊണ്ട് മുക്കുറ്റി പുഷ്പാഞ്ജലി വിവാഹാദികൾ നടക്കാനുള്ളതാണ്. അദ്ദേഹം എന്താ പറയണേ, അദ്ദേഹത്തിൽ മൃത്യുഞ്ജയഭാവങ്ങളുള്ള കാരണം ഈ മുക്കുറ്റി പുഷ്പാഞ്ജലിയും കറുകമാലയും അസുഖങ്ങൾ മാറ്റാൻ നല്ലതാണ്. അതുപോലെ ശനിദോഷങ്ങളെ മാറ്റാൻ ശക്തിയുള്ള കാരണം ഈ മുക്കുറ്റി പുഷ്പാഞ്ജലിയും കറുകമാലയൊക്കെ അതിന് ദുരിതങ്ങൾക്ക് നൽകാണ്. അപ്പൊ നമ്മൾ നിരീക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും, നമ്മളെ ഉരുട്ടുന്ന സങ്കടങ്ങൾ എന്ത് തന്നെയായാലും വളരെ നിസ്സാരമായിട്ട്, വളരെ സിമ്പിളായിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു 10-12 മുക്കുറ്റി പറിച്ചിട്ട് തിരുമേനി ഇതൊന്ന് അർച്ചന ചെയ്തോളൂ. ഇതൊന്നും വേണ്ട, ആ ഗണപതിയുടെ മുമ്പിൽ അതങ്ങ് സമർപ്പിച്ചാൽ മതി. തിരുമേനി എടുത്ത് കഴിച്ചോട്ടെ, മതി. എന്താ അത് പോരെ?
അപ്പൊ ഈ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു അവസ്ഥ, അതായത് ഇപ്പൊ നമ്മളിപ്പം താന്ത്രിക ക്രിയയില് ശിവന്റെ ആണെങ്കിലും മഹാവിഷ്ണുവിന്റെ ആണെങ്കിലും ഭഗവതിയുടെ ആയാലും ഒരു പ്രതിഷ്ഠ കഴിക്കുമ്പോഴും ഗണപതിക്ക് നീതിയുണ്ട്. ഗണപതിക്ക് നീതിക്കാതെ പറ്റില്ല. ഇനി സാധാരണ ഒരു പൂജ കഴിച്ചാലും വളരെ സൈഡിൽ വിളക്കിന്റെ ചോട്ടിൽ ഗണപതിക്ക് നീതിക്കാതെ പൂജ തുടങ്ങാൻ പറ്റത്തില്ല. എന്ത് ക്രിയ താന്ത്രിക ക്രിയ എന്ത് കർമ്മം ചെയ്താലും അതിനകത്ത് ഗണപതി നിവേദ്യം കഴിഞ്ഞ് ആ പ്രധാന കർമ്മത്തിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ആ ഒരു പ്രബലത പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത വിഷയമാണ്. ശരിക്ക് ഈ ഉപദേവനായതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ പ്രാധാന്യത്തിലൂടെ ജനങ്ങൾ തൊഴുതുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ്. ഉള്ളവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള ചില ഗണേശ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകാറുണ്ട് എങ്കിൽ പോലും അതിപ്പോ പ്രധാന ക്ഷേത്രമായിട്ട് പ്രധാന പ്രതിഷ്ഠയായിട്ട് ഭഗവാൻ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. സാധാരണ കന്നിരാശിയിലൊക്കെയാണ് ഗണേശ പ്രതിഷ്ഠ കാണുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് മുക്കുറ്റി പുഷ്പാഞ്ജലി കൊണ്ട് ഒരു ഐശ്വര്യത്തെ, സമാധാനത്തെ, സന്തോഷത്തെ, ഗുണത്തെ, ബുദ്ധിയെ, വിദ്യയെ എല്ലാം ലഭിക്കാൻ പറ്റുമെങ്കിൽ അതൊരു അമൃതല്ലേ? അതാണ് അമൃത്. വളരെ നിസ്സാരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പൊ ഗണപതി ഭജനത്തില് ഈ മുക്കുറ്റി പുഷ്പാഞ്ജലി കഴിക്കുക, ഗണപതി നാമങ്ങൾ ഉച്ചരിക്കുക, ഗണപതി പ്രാർത്ഥനകൾ ചൊല്ലുക. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും ഗണപതി കേത്തിയിടാമെങ്കിൽ നല്ലതാണെന്നൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗണേശന്റെ പ്രത്യേക ജപിക്കാൻ പറ്റുന്ന നാമങ്ങളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. എന്നാലും നിങ്ങൾ കരുതി വെച്ചോളൂ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ ഒരല്പം മുക്കുറ്റി കൊണ്ടുപോയി ആ ഭഗവാനെ നടക്കൽ വെച്ചാലും മതി. തിരുമേനി നേരിക്കും ഇതൊന്ന് പുഷ്പാഞ്ജലി കഴിച്ചോളൂ മതി. അല്ലെങ്കിൽ ഇതൊന്ന് പൂജയ്ക്ക് ഉപയോഗിച്ചോളൂ, ഗണേശനുള്ള നിവേദ്യ സമയത്ത് ഇത് ഉപയോഗിച്ചോളൂ. ഇല്ലെങ്കിൽ എന്റെ പേര് ഒരു അർച്ചന നടത്തിക്കോളൂ. എന്ത് വേണേലും ആകാം, നിങ്ങൾക്ക് എങ്ങനെ വേണേലും സമർപ്പിക്കാം. ആ മുക്കുറ്റി പുഷ്പാഞ്ജലി അല്ലെ മുക്കുറ്റി സമർപ്പണം, കറുകമാല, ഇത് നമ്മുടെ ജീവിതത്തില് വളരെ വലിയ സ്വാധീനവും വളരെ വലിയ ഉപകാരവുമാകുന്നതാണ്. ഭഗവാനെ ആ ഒരു സങ്കല്പത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ കിട്ടുന്ന ശ്രേയസ് ഭയങ്കര അതിപ്രാധാന്യമാണ്. ഭയാനകമായ മാറ്റങ്ങളാണ് പറഞ്ഞത്, ഭയാനകമായ മാറ്റങ്ങൾ. നമ്മുടെ സനാതന ധർമ്മത്തില് ക്രിയാപദ്ധതികൾക്ക് ഒരുപാട് ശക്തിയുള്ളതിനാൽ, ക്രിയകൾക്ക് വളരെ പ്രാധാന്യമുള്ളതിനാൽ, ഇന്ത്യയിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളെ പോലും കവച്ചു വെക്കാൻ പറ്റിയ ക്രിയാപദ്ധതി കൂടുതലുള്ള കേരളത്തിലെ താന്ത്രിക വിദ്യ ഉള്ളതിനാൽ ഇതിന്റെയൊക്കെ ശക്തി അനിർവചനീയമാണ്. അത്രയ്ക്ക് ഭാഗ്യദായകമാണ്. കാരണം അങ്ങനെ ഒരു നാട്ടിൽ ജനിച്ച നമ്മൾ തന്നെയാണല്ലോ ഭാഗ്യവാന്മാർ. നമസ്കാരം ഇത് മനസ്സിൽ വെക്കുക, കൃത്യമായി ചെയ്യുക. അതിന്റെയൊക്കെ ഫലം ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ നോക്കിക്കോളൂ. അത്രയ്ക്ക് കേമത്തായ ഫലമാണ്. നന്ദി, നമസ്കാരം.